നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യലിടത്തും എന്തിനേറെ മീഡിയയിൽ പോലും ചർച്ചയായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ. അതായത് ദിയാകൃഷ്ണ ആരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൃഷ്ണകുമാറിന്റെ മകളായ ദിയാകൃഷ്ണ. ആ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും അവിടുത്തെ തൊഴിലാളികൾ ഒരു നല്ലൊരു എമൗണ്ട്, അതായത് 68 ലക്ഷമൊക്കെയാണ് പറയുന്നത്, അത്രയും എമൗണ്ട് അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ദിയാകൃഷ്ണയും ദിയാകൃഷ്ണയുടെ അച്ഛനായ കൃഷ്ണകുമാറും ഒരു പരാതി സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പ്രതികളായിട്ടുള്ളവർ മറ്റൊരു കേസും അവരെ തട്ടിക്കൊണ്ടുപോയെന്നും അവരെ മോശമായ രീതിയിൽ അവരോട് പെരുമാറിയെന്നും ജാതി അധിക്ഷേപം നടത്തിയെന്നും അവരവിടെ നിന്ന് ഇത്രയും പൈസ കട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള വാദങ്ങൾ വെച്ചിട്ട് അവരൊരു കൗണ്ടർ കേസ് എന്ന രീതിയിൽ ഒരു കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷയം വളരെ എന്താ പറയാ ഒരുപാട് ചർച്ചയായിട്ട് ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് പേർ ആ ഒരു വിഷയത്തെ കുറിച്ച് അവരുടെ പല പല രീതിയിലുള്ള അഭിപ്രായങ്ങളും ഇന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതൊന്നുമല്ല. ഇതിനകത്ത് നമ്മൾ അറിയാതെ കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മളാരും ഒരുപാട് ചർച്ചയായിട്ട് ആരും പറയാതിരിക്കുന്ന ഒരു വിഷയം കിടപ്പുണ്ട്. ആ വിഷയത്തിൽ ആരും കൈവയ്ക്കാത്തത് ഒരുപക്ഷെ അത് കുറച്ച് പൊള്ളുന്ന വിഷയമായതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ വിഷയത്തിന് ഇപ്പോ ഒരു സൈലന്റ് മനോഭാവം വരുന്നത് ചിലരുടെ എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങൾ കൊണ്ടായിരിക്കും. അത് എന്ത് തന്നെയായാലും ആ വിഷയം പലരും ചില രീതിയിലെങ്കിലും ഉന്നയിക്കുന്നത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷെ അതും ഇവിടെ ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഇപ്പൊ പറയുന്നത് ഒരു സ്കാമിനെ കുറിച്ചാണ്. അതായത് ഒരു പണം മോഷ്ടിച്ചു അല്ലെങ്കിൽ അപഹരിക്കപ്പെട്ടു, തന്റെ സ്ഥാപനത്തിൽ നിന്നും QR കോഡ് മാറ്റിവെച്ച് അവരുടെ QR കോഡിലേക്ക് പണം അവരെടുത്തു എന്നാണ് ദിയാകൃഷ്ണയുടെ ആരോപണം. അതിനു വേണ്ടിയിട്ടുള്ള തെളിവുകളും അവരുടെ പക്ഷം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ മറ്റവർ പറയുന്നത് അവരുടെ സൈഡിൽ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, അവരെ ഇതുപോലെ വളരെയധികം ബ്ലാക്ക്മെയിൽ ചെയ്തു. ഞാൻ ഇനി പറയാൻ പോകുന്ന വിഷയമാണ് അതിലേറ്റവും പ്രധാനം. അവരെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറയുന്ന ഒരു പരാമർശം ഈ പറയുന്ന അവിടുത്തെ തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പരാതി, അല്ലെ അവർ കൊടുത്തിരിക്കുന്ന പെറ്റീഷനിൽ പോലും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥിതിക്ക് പോലീസ് മറ്റേ വിഷയത്തിനോടും സീരിയസ്നെസ് ഈ ഒരു വിഷയത്തിൽ കൊടുക്കണം. ഇതിനെ കുറിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തണം. അത് എന്തിനെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഈ ഒരു വിഷയം ഉന്നയിച്ചു വന്നപ്പോൾ ഞാൻ സാധാരണ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ജാതീയമായ അധിക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെ പോയിന്റ് നോട്ട് ചെയ്ത് സംസാരിക്കുന്ന വേറെ ആക്ടിവിസ്റ്റുകളെ ഞാൻ പല ചാനൽ ചർച്ചകളിലും കണ്ടിട്ടുണ്ട്. അത്തരക്കാരൊന്നും ഈ വിഷയത്തിൽ കൈവച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്തരക്കാരൊന്നും ഈ വിഷയത്തെക്കുറിച്ച് മുൻനിരയിൽ ഒന്ന് സംസാരിക്കുന്നതായിട്ടും ഞാൻ ഒരിടവും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് എന്തുകൊണ്ട് എന്നുള്ളതും അവർ ഉത്തരം പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ ഒരു തെറ്റായ ഒരു കീഴ്വഴക്കം, കാരണം ഇതിനെ അവർ പറഞ്ഞതുപോലെ ജാതീയ അധിക്ഷേപം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ പൈസ തട്ടിപ്പിച്ച കേസിൽ ഇവരുടെ ഭാഗത്താണ്, അതായത് കൃഷ്ണകുമാറിന്റെയും ദിയയുടെയും ഭാഗത്താണ് 100% ന്യായമെന്ന് ഇപ്പൊ ഏകദേശം, അതായത് അരി ആഹാരം കഴിക്കുന്ന സാധാരണ മലയാളിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അവർ രണ്ടാമത് ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു വിഷയം ജാതീയ അധിക്ഷേപം അവിടെ നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ പേരിൽ കേസെടുക്കണം. അതായത് കൃഷ്ണകുമാറിന്റെ മകളുടെയും പേരിൽ കേസെടുക്കണം. പക്ഷേ എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, ഇതെന്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അതായത് ഇനി അവിടെ ഒരു പക്ഷേ ഈ പറഞ്ഞ വിഷയത്തിൽ നിന്നും ഈ വിഷയത്തിന്റെ ഗ്രാവിറ്റി മറ്റൊരു തലത്തിലേക്ക് മാറ്റുന്നതിലേക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടി കൊണ്ട് ബൂസ്റ്റ് ചെയ്യുമ്പോൾ മറ്റേ ഈ പറയുന്ന സ്കാം ഒന്ന് സൈലന്റ് ആവുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പറയുന്ന തൊഴിലാളികൾ, ഈ പറയുന്ന ദിയയുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത തൊഴിലാളികൾ വെറുതെ കള്ളമായിട്ടാണ്, അതായത് ഇത്തരം ഒരു വിഷയം ഉണ്ടാവാതെ ഒരു തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേഷനിൽ ഒരു പരാതിയായിട്ട് അവർ കൊടുത്തിട്ടുള്ളത് എങ്കിൽ അതിന്റെ സത്യം എന്താണെന്ന് ഇത് ആർക്കും അറിയത്തില്ല. കാരണം അവർ അങ്ങനെ ഒരു ജാതി അധിക്ഷേപം അവിടെ നേരിട്ടിട്ടില്ലേ എന്ന് നമുക്ക് ആർക്കും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അത് അന്വേഷണം നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അന്വേഷണം വളരെ ക്ലിയർ ആയ രീതിയിൽ തന്നെ നടത്തണം. ഈ പറയുന്ന ദിയയും അതുപോലെ തന്നെ ദിയയുടെ അച്ഛനായ കൃഷ്ണകുമാറും മീഡിയയുടെ മുന്നിൽ വന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവർ അത്തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ പോകുന്നവരല്ല. അവരുടെ കുടുംബത്തിൽ തന്നെ ഈ പറയുന്ന ജാതിയിൽ മിക്സ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർ ഈ കമ്മ്യൂണിറ്റിയുള്ള എല്ലാവരെയും വളരെ സൗഹൃദപരമായിട്ടാണ്, അത് നമുക്ക് അറിയുന്ന പകൽ പോലെ നിൽക്കുന്ന ഒരു വിഷയമാണ്. കാരണം അത്തരം ഉണ്ടെങ്കിൽ അവരെ ഈ പറഞ്ഞ തൊഴിലിടത്ത് അവർക്ക് ജോലി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ.
അവരുടെ ഐഡന്റിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം അവർക്ക് താല്പര്യമുള്ള മതസ്ഥർക്ക് മാത്രം ജോലി കൊടുത്താൽ മതിയല്ലോ. ഇവിടെ അതുകൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു വാദം പൊളിയുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ കൃത്യമായ ഒരു അന്വേഷണം നടത്തി, വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി, മറ്റതിനേക്കാളും സീരിയസ്നെസ് ഇതിന് കൊടുക്കണം. കാരണം ഇവിടെ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ അത് ഇതുപോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ജാതീയ വിഷയങ്ങൾ കൂടി മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണെങ്കിൽ ഇതിന് ഒരു വിക്ടിം കാർഡായിട്ട് ഇവിടെയുള്ള മിക്ക ആളുകളും ഉപയോഗിക്കാറുണ്ട്. കാരണം അപ്പുറത്തെ സൈഡിന്റെ ഒരു കേസിന്റെ ഭാഗം കുറച്ച് സ്ട്രോങ് ആണെന്ന് ഫീൽ ചെയ്യുമ്പോൾ അവരെ കേസിനെ ഒന്ന് ദുർബലപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ സൈഡിനെ ഒന്ന് വീക്ക് ആക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഫോൾസ് ആയിട്ട് ഇത്തരത്തിലുള്ള അലിഗേഷൻസ് അവരുടെ പേരിൽ ഉന്നയിക്കുകയും ഇത്തരത്തിൽ പരാതികളായിട്ടും പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാടായി കണ്ടുവരുന്നുണ്ട്. ഇത് രണ്ട് രീതിയിലാണ് സമൂഹത്തിൽ എഫക്ട് ചെയ്യുന്നത്. ഒന്ന്, ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് കിട്ടേണ്ട ശരിയായ നീതികൾ വൈകുന്നതിനും അവരെയും സംശയമുഴയിൽ നിർത്തുന്നതിനും ഒരു സാഹചര്യം ഇതുകൊണ്ടുണ്ടാവാം. രണ്ടാമത്തെ ഒരു വശം എന്ന് പറയുന്നത്, ഇവിടെ ഇത്തരക്കാർ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു തരത്തിലും തെറ്റ് ചെയ്യാതെ ചെറിയ എന്തെങ്കിലും ഒരു പകയുടെ പുറത്ത് ഈ ഒരു വിഷയം കൂടെ മുന്നിൽ വെച്ചുകൊണ്ട്, ഇത്തരം കാര്യങ്ങളും കൂടെ മുന്നിൽ വെച്ചുകൊണ്ട്, ഈ നിയമത്തിന്റെ ഒരു സാധ്യത മനസ്സിലായിക്കൊണ്ട് ചില ആളുകൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടത്തെ ജയിലുകൾ നിരപരാധികളെ കൊണ്ട് നിറയും. അതായത് തെറ്റ് ചെയ്യാതെ ഒരാൾ ക്രൂശിക്കപ്പെടാൻ ഇത് മാത്രം മതിയെന്ന് ഒരു അവയർനെസ് ആണ് സൊസൈറ്റിയുടെ മുന്നിലേക്ക് പാസ് ചെയ്യുന്നത്. ഇതിനെതിരെ ശക്തമായ ഒരു അന്വേഷണമാണ് വേണ്ടത്. നമ്മുടെ നിയമവ്യവസ്ഥ അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുകയും വേണം. കാരണം ഇത്തരം നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത്തരക്കാർ ഇനിയും ഉണ്ടാവും. കാരണം ഞാൻ പലതവണ ആവർത്തിക്കുന്നുണ്ട്, ഇവരുടെ സൈഡിൽ ഇനി ഇവർക്ക് അങ്ങനെ ഒരു അധിക്ഷേപം ഉണ്ടായിട്ടില്ലെങ്കിൽ മറ്റവരുള്ള, അതായത് ദിയയുടെയും കൃഷ്ണകുമാറിന്റെയും പേരിൽ തീർച്ചയായിട്ടും കേസ് എടുക്കണം. അല്ല ഇനി മറിച്ച് ഇതൊരു ഫോൾസ് അലിഗേഷൻ ആണെങ്കിൽ സ്വമേധയാ ഇനി കൃഷ്ണകുമാറും ദിയയും കേസ് കൊടുത്തില്ലെങ്കിൽ പോലും ഈ പറയുന്ന പോലീസും അത് നമ്മുടെ നിയമവ്യവസ്ഥയും സ്വമേധയ ഇവർക്കെതിരെ കേസ് എടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഉപയോഗ വസ്തുവായി മാറും. കാരണം ഇതിനെ, ഈ ഒരു നിയമത്തിനെയും ഇതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയും ഒരു മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറും. ഈ വിഷയത്തിൽ എനിക്ക് വളരെ റിക്വസ്റ്റ് ആണ്, ഒരു അപേക്ഷയാണ്, ഈ ഒരു വിഷയത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ഇൻവോൾവ് ആവുന്ന ഒരുപാട് ആക്ടിവിസ്റ്റുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട്. ഒരുപാട് നല്ല പോസിറ്റീവായിട്ട് ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്ന ആളുകൾ നമ്മളുടെ ഇടങ്ങളിലുണ്ട്. അവർ ഈ വിഷയത്തിൽ ഊന്നി സംസാരിക്കണം, അവരിതിനെ ഒരു വിഷയമാക്കണം. കാരണം നിങ്ങളുടെ അവകാശത്തെയും നിങ്ങളുടെ നേടിയെടുക്കാനുള്ള അധികാരത്തെയും ഇത്തരക്കാർ ദുരുപയോഗം ചെയ്യുകയാണ്. ആ വിഷയത്തിന്മേൽ നിങ്ങൾ ശക്തമായ നിലപാട് കൈക്കൊള്ളണം. അല്ലെങ്കിൽ ഇത് ഇനിയും വളരും, ഇത്തരക്കാർ ഇവിടെ വളർന്ന് പന്തലിക്കുകയും ചെയ്യും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിന് ഉത്തരവാദിത്തപ്പെട്ട നിയമത്തിലൂടെ അവർ കടന്നു വരണം. അതിനെ ഇത്തരത്തിലുള്ള പുകമറകൾ കൊണ്ട് സംരക്ഷിക്കാൻ നോക്കുന്നത് തെറ്റാണ്. നിയമത്തെ വളച്ചൊടിക്കുന്നതും നിയമത്തിനകത്ത് കള്ളത്തനങ്ങൾ എഴുതിവിടുന്നതും വളരെ ക്രൂരവും അതുപോലെ തന്നെ വളരെ ഇനി സത്യമായ രീതിയിൽ നിയമത്തിന്റെ മുന്നിൽ ചെല്ലാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു വഴിതടസ്സം കൂടിയാണിത്. അപ്പം ഈ പറഞ്ഞ സ്കാമിനോടും തന്നെ പ്രശസ്തിയുള്ള ഒരു വിഷയമാണിത്. ഈ വിഷയങ്ങളും കൂടെ മുൻനിർത്തി വേണം സംസാരിക്കുന്നവർ ഈ വിഷയത്തെ കാണുവാൻ. കാരണം ഒട്ടുമിക്ക ആളുകളുടെയും വീഡിയോ ഞാൻ കണ്ടു, അവരെല്ലാം ഇതിലുണ്ടായ സ്കാമിനെ കുറിച്ചും അവിടെ അവർക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ചും ഇതിലുള്ള കള്ളത്തനത്തെ കുറിച്ചും മാത്രമാണ് സംസാരിച്ചു പോകുന്നത്. ഇതിനെ മാത്രമാണ് അവർ പോയിന്റ് നോട്ട് ചെയ്യുന്നത്. അതിനപ്പുറം ഈ ഒരു വിഷയത്തിൽ ഒരു ചർച്ച ഉണ്ടാവണം. ഇതിന്റെ സത്യം പുറത്തു വരിക തന്നെ ചെയ്യണം. പിന്നെ മറ്റൊരു വിഷയമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.